إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 80-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. റസൂൽ ആർ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നുവോ ഫഖദ് അതാ അല്ലാഹ്, അവൻ അല്ലാഹുവിനെ അനുസരിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക എന്നത് അല്ലാഹുവിനെ അനുസരിക്കുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ടാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കാത്ത ഒരു കഴിവും തന്നെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. സൂറ നജ്മിൽ അത് കൃത്യമായി വിശദീകരിക്കുന്നു. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നോക്കൂ, തന്നിഷ്ടപ്രകാരം ആ റസൂൽ ഒന്നും തന്നെ മൊഴിഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. എല്ലാം വഹിയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചു കൊടുക്കാത്ത ഒരു കഴിവും തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. ആര് റസൂലിനെ അനുസരിക്കുന്നുവോ ഫഖദ് അതാ അല്ലാഹ്, അവൻ അല്ലാഹുവിനെ അനുസരിച്ചിട്ടുണ്ട്. വമൻ തവല്ല, ഇനി ആര് തിരിഞ്ഞു കളയുന്നുവോ ഫമാ അർസൽനാക, അപ്പോൾ നബിയെ താങ്കളല്ല അലൈഹിം, അവരുടെ മേൽ, ആ തിരിഞ്ഞു നടക്കുന്നവന്റെ മേൽ, പിന്തിരിഞ്ഞു പോകുന്നവന്റെ മേൽ താങ്കളല്ല. ഒരു കാവൽക്കാരനല്ല, ഒരു കാവൽക്കാരനായി അവന്റെ മേൽ അല്ലാഹു താങ്കളെ നിയമിച്ചിട്ടില്ല. അവന്റെ ഒരു തരത്തിലുള്ള കാവലും അവന്റെ ഹിഫ്ളും താങ്കൾ അവളെ ഏൽപ്പിച്ചിട്ടില്ല. അവൻ പോകുന്നിടത്തേക്ക് പോയിക്കൊള്ളട്ടെ, അവന്റെ ഇഷ്ടപ്രകാരം അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ. ഇച്ഛിക്കുന്നവർക്ക് അവന് മുഅ്മിനാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇച്ഛിക്കുന്നവർക്ക് കാഫിറാകാനും അവിശ്വാസിയാകാനും സ്വാതന്ത്ര്യമുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ദീനിൽ ബലാത്കാരമില്ല. മനുഷ്യന് ഖൈറത്ത്, നന്മയും തിന്മയും തെരഞ്ഞെടുക്കാനുള്ള ഖൈറത്ത്, ആ അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുപ്പിനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. തദനുസൃതമായി അവന് നന്മയും തിന്മയും തെരഞ്ഞെടുക്കാം. അതനുസരിച്ച് അവന് പ്രതിഫലം നൽകപ്പെടും. യാതൊരു തരത്തിൽ അക്രമവും അവനോട് ചെയ്യപ്പെടുകയില്ലെന്നാണ് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറയുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.